അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഫ്രഞ്ച് ഫ്രൈസ് ആണെന്ന്. പക്ഷേ ഇത് ഫ്രഞ്ച് ഫ്രൈസ് അല്ല കേട്ടോ. കാണാൻ ഫ്രഞ്ച് ഫ്രൈസിനെ പോലെ ഉണ്ടെങ്കിലും നമ്മളിത് റവ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ റവ മാത്രം മതിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് റവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഈ റവ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിന് മുന്നേ റവ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുറുക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് റവ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടോട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ റവ ആയതുകൊണ്ട് ചൂടോടെ തന്നെ കുഴച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്നൊന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ ചൂടോടെ തന്നെ കുഴക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെ ഒന്ന് കുഴച്ച ശേഷം കുറച്ച് ഓയിലും കൂടി തടവി നന്നായി നല്ല സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് അതിൽ കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ തടവി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ വെച്ചാണ് നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുത്താലും മതി. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് അധികം തിന്നായി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ ഏകദേശം ആ ഒരു കനത്തിൽ തന്നെയാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ബാക്കി വരുന്ന ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ആ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായി കുറച്ച് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടായ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. നമുക്കിനി ഇതുപോലെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇട്ടത്. അപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് സ്നാക്ക് വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് റവയൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, റവ മാത്രം മതിയല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ വൈറ്റ് സോസും കൂടി ഉണ്ടെങ്കിൽ നല്ല ഉഷാറായി കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആണെന്ന് പറഞ്ഞ് കുട്ടികളെയൊക്കെ പറ്റിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.